Good morning, dear traders. Welcome back to another video of pre-market analysis. ഇന്നലെ പറഞ്ഞ പ്രീ മാർക്കറ്റ് അനാലിസിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ പറഞ്ഞത് യൂറോ സ്റ്റീൽ, ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലുണ്ട്, യൂറോ സ്റ്റീൽ നമ്മൾ ഷോർട്ട് ആയിരുന്നു. കാരണം അതിന്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 day ടൈം ഫ്രെയിമിലുള്ള ബെയറിഷ് എഫിജിയിലായിരുന്നു യൂറോ സ്റ്റീൽ നിർദ്ദേശിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നല്ല ഇംബാലൻസസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യാമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു 1 day ടൈം ഫ്രെയിമിൽ നിന്നാണ് ഇന്നലെ രണ്ടില്ലേ ഈ കാണുന്ന ഒരു ഷോർട്ടിങ് നടന്നേക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് ഇവിടെ നിന്ന് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ആക്കി പറഞ്ഞാൽ ശരിയില്ല. ഈ ഒരു സെൽസ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു ഫസ്റ്റ്. ഈ ഒരു സെൽസ് ലിക്വിഡിറ്റി അല്ല, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ 1 day ടൈം ഫ്രെയിമിന്റെ OB ആയിരുന്നു. ആക്ച്വലി രണ്ടും എടുത്തു. ഇപ്പോൾ OB ടച്ച് ചെയ്തു താഴത്തേക്ക് തന്നെയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഐ എം സ്റ്റിൽ വെരി ഷോൺ USD ബുള്ളിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 1 day ടൈം ഫ്രെയിമിൽ ഫുൾ ബെയറിഷ് തന്നെയാണ്. പക്ഷേ നമുക്കൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളൊന്നും 1 day ടൈം ഫ്രെയിമിൽ കിട്ടുന്നില്ല, എവിടെ സ്പോട്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ നമുക്കൊരു 4 hourലേക്കൊക്കെ ജമ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് എഫിജീസ് നമുക്കിവിടെ കാണാം, ഒരു ഇനഫിഷ്യൻസീസ് കാണാം. ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഒരു ഇനഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ബെയറിഷ് എഫിജി ഇവിടുന്ന് എങ്ങനെയൊക്കെ ആയിരിക്കും സെൽ ഓഫ് അടുത്തായിട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. പക്ഷേ ഒരു കാര്യം ക്ലിയർ ആക്കാം, ഞാൻ പൈസ എന്തായാലും ഞാൻ ഇന്നത്തെ ദിവസം യൂറോയിൽ ഞാൻ നോക്കുന്നതല്ല. ഇതാണ് കറൻ്റ് ഉള്ള എൻ്റെ യൂറോ USDയുടെ വ്യൂ. ആൻഡ് ഡോളറിൻ്റെ വ്യൂ നോക്കാം. ഡോളറിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഡോളറിൻ്റെ ബുള്ളിഷാണ്. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കണ്ടില്ല, ഒരു 5 ദിവസം മുമ്പ് പറഞ്ഞാണ് ഡോളർ വീണ്ടും കരുത്തനാകുന്നുണ്ടോ. അതുകൊണ്ട് ഡോളർ വീണ്ടും കരുത്തനായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 day ടൈം ഫ്രെയിമിലുള്ള 4 hour ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അതാണ് മെയിൻ റീസൺ. അതെടുത്തു. അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോഴും എടുത്തിട്ടില്ല കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. ബട്ട് സ്റ്റിൽ ബെയറിഷ് ആവാൻ മാത്രം റീസൺസ് ഇപ്പോൾ തൽക്കാലം ഡോളറിലില്ല, മനസ്സിലായില്ല. അപ്പോൾ ഡോളർ ബുള്ളിഷ് ഡോളർ ബുള്ളിഷ് ആകുമ്പോൾ USD ഡൗൺ ആവണത് കോമൺ ആണ്. അത് അതേപോലെ തന്നെ പ്രൈസ് ആക്ഷൻ പ്രഖ്യാപിച്ചിട്ട് രണ്ടിലും വന്നിട്ടുണ്ട്. ആൻറ്റിസിപ്പേറ്റ് രീതി തന്നെയാണ് രണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇന്നലത്തെ ദിവസം ഈ കാണുന്ന ഈ ഒരു ബുള്ളിഷ് OB ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ OBയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് അപ്പ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എക്സാക്ട്ലി അത് തന്നെയാണ് ഇന്നലെ നടന്നേക്കണം. കണ്ടില്ലേ, ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ തന്നെയാണ് ഈ ആക്ഷൻ നടന്നേക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ബൈ ആക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് യൂറോയിൽ ഷോർട്സ് പ്ലാൻ ചെയ്യാറുണ്ട്. അത് രണ്ടും ഒരേപോലെ ഇൻവേഴ്സ്ലി കോറിലേറ്റഡ് പേഴ്സ് ആയതുകൊണ്ട് അത് എക്സാക്ട്ലി അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള എൻ്റെ വ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 day ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ ക്ലിയർ അല്ല, നമുക്ക് 4 നോക്കാം. ഓക്കെ, ഇന്നത്തേക്കും ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ ഇനഫിഷ്യൻസീസ് ഉണ്ട്. ഓക്കെ, അത് ഓൾറെഡി ഇനഫിഷ്യൻസി മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബൈ ആക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ USDയിലൊക്കെ നമുക്ക് ഷോർട്സ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കും എൻ്റെ ഇന്നത്തെ ട്രേഡ് പ്ലാന്. ആൻഡ് ഫൈനലി ഗോൾഡിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം 1 day അല്ല, 4 hour ടൈം ഫ്രെയിമിലെ PD മെട്രിക്സ് അറിയാൻ നോക്കി വെച്ചത്. 4 hour ടൈം ഫ്രെയിമിലെ PD മെട്രിക്സ് അറിയില്ല. ഈ ഒരു ബെയറിഷ് ഇനഫിഷ്യൻസി എന്നായിരിക്കും നമ്മൾ ഷോർട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. ഒരു 5 or 50 വീക്കിലി ഇനഫിഷ്യൻസീസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇന്നലെ ഓപ്പണിംഗ് ടൈം, മൺഡേ ഓപ്പണിങ്ങിന് മുതൽ അവിടെ ഇനഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയി തുടങ്ങി. അപ്പോൾ സ്റ്റിൽ ബെയറിഷ് ഓൺ ഗോൾഡ്. ബുള്ളിഷ് ആവാൻ മാത്രം റീസൺ ഒന്നുമില്ല. ഇന്നത്തെ ട്രേഡ് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും ഷോർട്സ് തന്നെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. ഇപ്പോൾ കാരണം നിൽക്കുന്നത് ഒരു ഓർഡർ ബ്ലോക്കിലാണ്. ഇതൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്കാണിത്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇല്ല, ഇത് ഓർഡർ ബ്ലോക്ക് അല്ല, ഇത് ബ്രേക്കർ ബ്ലോക്കാണ് കേട്ടോ, സോറി. ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിലേക്കായിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ കയറി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ബെയറിഷ് ഇനഫിഷ്യൻസീസ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ലോ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല ട്രേഡുകൾ ഞാൻ എടുക്കുന്നതായിരിക്കും. പിന്നെ സ്വിംഗ് ബേസിസിലാണെന്നുണ്ടെങ്കിൽ ഈ ലോ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഈ ലോ ആയിരിക്കും സ്വിംഗ് ബേസിസിൽ ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രാഡേ ബേസിസിലാണെന്നുണ്ടെങ്കിൽ ഈ ലോയിൽ മനസ്സിലായി. അപ്പോൾ സ്റ്റിൽ ബെയറിഷ് ഓൺ ഗോൾഡ് വ്യൂവിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. ആൻഡ് ഫൈനലി നമുക്ക് ഇന്നത്തെ നമ്മൾ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് കാര്യമായിട്ട് 2 ന്യൂസ് ഉണ്ട് USDയിൽ. കൺസ്യൂമർ കോൺഫിഡൻസും JOLTS ജോബ് ഓപ്പണിങ്സും. അപ്പോൾ ഇതിൽ ഈ രണ്ടും ചെറിയൊരു മൊമെന്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ലോ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകാൻ ചാൻസ്. ഒരു 1 hour 4 hour ടൈം ഫ്രെയിമിലൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ബട്ട് എന്നാലും കെയർഫുൾ ആയിട്ട് തന്നെ നല്ല രീതിയിൽ എടുക്കുക, മനസ്സിലായത്. അത്രയും പക്കാ വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഹോൾഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ലോട്ട് സൈസിൽ കളിക്കുക.
ഞാൻ പേഴ്സണലി ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും നോക്കി എൻ്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഒരു 1 hour 4 hourലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രേഡുകളാണ് കിട്ടണമെങ്കിൽ എടുക്കുള്ളൂ. ഇന്നലെ നമ്മൾ ഗോൾഡിൽ പറഞ്ഞ വ്യൂവിനനുസരിച്ച് നമുക്ക് ട്രേഡ്സ് ഇന്നലെ ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാലും എനിക്ക് ഞാൻ അവിടെ ഫസ്റ്റ് ഒരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഇന്നലെ ഒരു ബൈ എടുത്തു. അത് SL ആയിരുന്നു എനിക്ക് ആദ്യം കിട്ടിയത്. ഇവിടെ നിന്ന് ഒരു ബൈ എടുത്തിട്ട് SL ഞാൻ വെച്ച് ടാർഗറ്റ് ചെയ്തായിരുന്നു, എത്തിയില്ല. ബട്ട് വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നലത്തെ ദിവസം ഒരു 1 hour പ്രോഫിറ്റിലാണ് ഞാൻ ഇന്നലെ എൻഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കാം. ഇന്നത്തെ ദിവസം എന്തായാലും സ്ട്രിക്ട്ലി ഷോർട്സിലേക്ക് ഞാൻ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമായിരിക്കും ഗോൾഡിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡ് പ്ലാൻസ്. ന്യൂസ് ഉണ്ട്, അവരായിട്ട് തന്നെ ഇരിക്കുക. ആൻഡ് നമ്മുടെ കറൻസിപ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ICTയുടെ ലേണിംഗ് സീരീസ്. ഇപ്പോൾ കറൻലി 3 എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീക്കിലി 2-3 എപ്പിസോഡ്സ് ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ വീക്കിലേക്കുള്ള എപ്പിസോഡ്സ് അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായി. ഇപ്പോൾ ഇതുവരെ നമ്മൾ കിൽ സോൺ, മാർക്കറ്റ് ഷിഫ്റ്റ് അതെന്താണെന്ന് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ICT വളരെ സിംപ്ലസ്റ്റും വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നാളത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കറൻസി നാളെ വരുന്നതായിരിക്കും. ഓക്കെ, അതുവരെ സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി.